Hey all, welcome back to pre and post market analysis. In the full time, right? From 9 to 3:30, നമ്മൾ ഇന്ന് ലൈവ് ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു ലൈവ് ആയിരുന്നു. കുറെ അധികം ആൾക്കാരുണ്ടായിരുന്നു. കുറെ അധികം almost 300 plus views നമുക്ക് ഉണ്ടായിരുന്നു. സൂപ്പർ ഫസ്റ്റ് ഓൾമോസ്റ്റ് നമ്മൾ തേർഡ് ഡേ ആണ് നമ്മൾ ലൈവ് വരുന്നതിൽ. അത് മാത്രമല്ല കുറെ അധികം ആൾക്കാർ നല്ല ആക്റ്റീവ് ആയി തുടങ്ങി. നല്ല സ്റ്റോക്സ് കാണാൻ പറ്റി. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യുന്ന ഒരു ഫീൽ വരാൻ തുടങ്ങി. അത് മാത്രമല്ല കുറെ അധികം ആൾക്കാർ പറഞ്ഞു നമുക്ക് മലയാളത്തിൽ ആരും ഇത് അങ്ങനെ ചെയ്യുന്നില്ല എന്നൊരു തോട്ട് പറഞ്ഞായിരിക്കും. ആൻഡ് ഐ വാസ് സോ ഹാപ്പി. നമ്മൾ അങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു സ്റ്റാർട്ട് നമ്മൾ ചെയ്തതിൽ വളരെ ഹാപ്പിയാണ്. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ലൈവ് കാണുന്നതായിരിക്കും. എല്ലാവരും ജോയിൻ ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല കോൾസും നമ്മൾ അവിടെ ഇൻഡിവിജ്വലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്നലെ നമ്മൾ 10 എൻട്രീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 7 സക്സസും 3 സ്റ്റോപ്പ് ലോസ് ഇട്ടുമായിരുന്നു. so far so good ആണ്. അതില് ഓൾമോസ്റ്റ് 2 ടാറ്റ മോട്ടോഴ്സും ആക്സിസ് ബാങ്കും എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 150% പ്ലസ് നമുക്ക് ഇന്ന് റിട്ടേൺ തന്നിട്ടുണ്ട്. 2 ദിവസം മുമ്പ് എടുത്ത സ്റ്റോക്ക് ഓപ്ഷൻ ആണ് അത് ബേസിക്കലി. ദെൻ 1:5, 1:6 റിസ്ക് റിവാർഡ് 1:6 ആയിരുന്നു തോന്നുന്നു. നിഫ്റ്റിയിൽ നമ്മൾ ഇന്ന് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കും ഫിൻ നിഫ്റ്റി നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സോ ഫാർ സോ ഗുഡ്, ഹ്യൂജ് പ്രോഫിറ്റായിരുന്നു നമുക്ക് ഇന്ന് എല്ലാവർക്കും ക്ലോസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ എല്ലാവരും മാക്സിമം ലൈവ് ട്രേഡ് തന്നെ ജോയിൻ ചെയ്യാൻ നോക്കാം. ആൻഡ് യൂട്യൂബിൽ ലൈവ് വരുന്നുണ്ട്, അതിലൊന്ന് ജോയിൻ ചെയ്യുക. ഒരു കമ്മ്യൂണിറ്റി പോലെ ഒരുമിച്ചിരുന്ന് നമുക്ക് ട്രേഡ് ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് ജനറേറ്റ് ചെയ്യാം. സോ നമുക്ക് നോക്കാം നാളെ നിഫ്റ്റി എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം. നിഫ്റ്റി മാത്രമല്ല, നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റി എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു ചാർട്ട്. സോ ഇതായിരുന്നു നമുക്ക് നിഫ്റ്റിയിലെ ഇന്നത്തെ ട്രേഡ്. സ്റ്റോപ്പ് ലോസ് തൊട്ടടുത്ത് വരെ വന്നു, ബട്ട് എന്നാൽ കുഴപ്പമില്ലായിരുന്നു. പ്രീമിയത്തിൽ നമുക്ക് അത്യാവശ്യം വ്യത്യാസം ഉണ്ടായിരുന്നു. അതിന്റെ ബേസിൽ 1:6.9 ഓൾമോസ്റ്റ് 1:7 ആയിരുന്നു നമുക്ക് ഇന്ന് നിഫ്റ്റി കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ബാങ്ക് നമുക്കത് സ്ട്രൈക്ക് ചെയ്തിട്ടില്ലായിരുന്നു, റൈറ്റ്? ബട്ട് എന്നാൽ ഗുഡ്, നല്ലൊരു മൂവ്മെന്റ് തന്നെയായിരുന്നു നമുക്കിത് നിഫ്റ്റിയിൽ ക്യാച്ച് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ ലെറ്റ്സ് സീ, നമുക്ക് നാളത്തെ മൂവ്മെന്റ്സും കാര്യങ്ങളും നോക്കാം. സോ നമ്മുടെ ടാർഗറ്റ് 2 ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നാളെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടാർഗറ്റ് 1 എന്ന് പറയുന്നത് ഫൈനൽ ടാർഗറ്റ് ആയിട്ട് നമ്മൾ ഇന്ന് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സെർട്ടൺ പോയിന്റ് ആയിരിക്കും നമ്മുടെ ഫൈനൽ ടാർഗറ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ ഈ ഒരു റേഞ്ച് ആയിരിക്കും നമുക്ക് ബുള്ളിഷ് വ്യൂ എന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ബുള്ളിഷ് വ്യൂ നമ്മൾ ഈ ഒരു ഹൈയിൽ നിന്ന് തന്നെ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫൈൻ, അതായത് ഇന്നത്തെ ഹൈയിൽ നിന്ന് ഇതിനകത്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യാം എന്നതാണ് നമ്മൾ പറയുന്നത്. ഈ സെർട്ടൺ ലെവൽസ് നമുക്ക് ഇനി ആവശ്യമില്ല, ഈ സെർട്ടൺ ലെവൽ ആവശ്യമില്ല, ഈ സെർട്ടൺ ലെവൽ ആവശ്യമുണ്ട്. ഇത് സോൺ ആയിരിക്കും, ഇത് നമുക്ക് ലീവ് ചെയ്യാം, റൈറ്റ്? സോ ഇതായിരിക്കും നമ്മുടെ ബുള്ളിഷ് വ്യൂ എന്ന് നമ്മൾ ബേസിക്കലി കീപ്പ് ചെയ്യുന്നത്. ഗുഡ്. സോ ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഇവിടെ ആയിരിക്കും ബേസിക്കലി വരുന്നത്. സെക്കൻഡ് ടാർഗറ്റ് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ചെക്ക് റൈറ്റ്. അത്യാവശ്യം ഓൾ ടൈം ഹൈയിൽ, യെസ്, ഓൾ ടൈം ഹൈ റേഞ്ചിലോട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഓൾ ടൈം ഹൈയിലോട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം അവിടെ. യെസ്, കൊടുക്കുകയും കൂടെ ചെയ്യാം അവിടെ. ഗുഡ്. സോ ലെറ്റ്സ് സീ മാർക്കറ്റ് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഇനി റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ടാർഗറ്റ് 2 നമുക്ക് ഇവിടെ കൊടുക്കാം. ഈ ടാർഗറ്റ് നമുക്ക് എടുക്കാവുന്നേക്കാം, ആവശ്യമില്ലല്ലോ നമുക്ക് ഇനി അത്. ദെൻ ഇത് നമുക്ക് ആവശ്യമില്ല, ഈ ഒരു ലൈന് നമുക്ക് ആവശ്യമില്ല. ബെയറിഷ് വ്യൂ എന്ന് പറയുന്നത് ഇവിടെ തൊട്ടായിരിക്കും. ടാർഗറ്റ് 1, ടാർഗറ്റ് 2 ഒക്കെ ലീവ് ചെയ്യുക. ബെയറിഷിന്റെ കേസസിൽ നാളെ മാർക്കറ്റ് എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. സോ ടാർഗറ്റ് 1 ആൻഡ് ടാർഗറ്റ് 2 നമുക്ക് ബേസിക്കലി ഇതാണ്. ഗുഡ്. സോ നിഫ്റ്റിയുടെ അനാലിസിസ് നമുക്ക് ബേസിക്കലി ഇതാണ് വരുന്നത്. അപ്പോൾ നിഫ്റ്റി ബാങ്ക്. സോ അബൌട്ട് നിഫ്റ്റി ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ലെറ്റ്സ് സേ നമുക്ക് ഇത് വേണം ഫുൾ റിമൂവ് ചെയ്യാം. ദെൻ ലെറ്റ്സ് ലീവ് വിത്ത് ബിബി ഓൾസോ ഡെയിലി കൊടുക്കുക. ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു സെർട്ടൻ ലെവൽസ് റെസിസ്റ്റൻസും സപ്പോർട്ടുമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. Then in hourly we'll have to keep something like this. ഈ ഒരു സെർട്ടൻ ലെവലിന് മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ബുള്ളിഷ് ആകുന്നതാണ്. ഇല്ലെങ്കിൽ ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു സെർട്ടൻ റേഞ്ചിൽ നമുക്ക് ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യാവുന്നതാണ്. ദെൻ സി ഇതൊരു മൈനർ ടാർഗറ്റ് ആയിരിക്കും. ബാലൻസ് നമുക്ക് എങ്ങനെയെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ദെൻ അബൌട്ട് ബെയറിഷ് എന്ന് പറയുമ്പോൾ ഇതിന് താഴത്തേക്കായിരിക്കും.
ബെയറിഷ് വ്യൂ എന്ന് നമ്മൾ പറയുന്നത് ഈ ഒരു സർട്ടൻ ലെവലിന് താഴത്തേക്കായിരിക്കും നമ്മൾ ബെയറിഷ് വ്യൂ എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് അവർ ഫസ്റ്റ് ടാർഗറ്റ് വിൽ ബി സംവെയർ അറൌണ്ട് ഹിയർ. അതായത് 43,387 ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ബെയറിഷ് വ്യൂയില്. ബുള്ളിഷ് വ്യൂയിലോ നമുക്ക് 44, അതായത് പ്രീവിയസ് ഹൈ, ഓൾ ടൈം ഹൈയിലോട്ട് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധ്യതയുണ്ട്. ഓൾമോസ്റ്റ് അടുത്തടുത്ത് തന്നെയാണ്. വേറൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക, നിഫ്റ്റി ബാങ്ക് എന്താണ് നാളെ? നാളെ തേഴ്സ്ഡേ ആണ്, എക്സ്പയറി ഡേ ആണ് എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും മനസ്സിൽ വേണം. ഗുഡ്. സോ ദാറ്റ്സ് വിത്ത് നിഫ്റ്റി ബാങ്ക്. വേറെ എന്താ നമുക്കുള്ളത്? നിഫ്റ്റിയും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് തരും. സോ നിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് ലൈക്ക് ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു, ഇറ്റ് കൺസോൾഡേറ്റ് ചെയ്തു, എക്സെട്ര മൂവ്മെന്റ്സ് ആയിരുന്നു. സോ നമുക്ക് ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് മൂവ്മെന്റ് ആയിട്ടും, സോ ഇത് നമുക്ക് ടാർഗറ്റ് ആയിട്ടും സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് ഈ ഒരു റേഞ്ചും കൺസിഡർ ചെയ്യുക. വേറെ സെയിം തന്നെ, നോ ചേഞ്ച് ഇതിൽ. ഇതായിരിക്കും നമ്മുടെ നിഫ്റ്റിയിൽ ഉള്ള നമ്മുടെ വ്യൂ എന്ന് ബേസിക്കലി പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. നിഫ്റ്റി ആൻഡ് നിഫ്റ്റി ബാങ്ക് നമുക്ക് ഇതാണ് ബേസിക്കലി നാളത്തെ വ്യൂ ഉള്ളത്. എല്ലാവരും ഒന്ന് കോഷ്യസ് ആകുക. നാളെ തേഴ്സ്ഡേ ആണ്, എല്ലാവരും ആലോചിച്ച് തന്നെ വേണം അത് ചെയ്യാനായിട്ടുള്ളത്. ഞാൻ എല്ലാവരും നാളെ രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് ലൈവ് വരിക. നാളെ രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മൾ കണ്ടിന്യൂസ്ലി ലൈവ് കാണും. എല്ലാവരും ജോയിൻ ചെയ്തത്. ഫൈൻ. സോ നമുക്ക് ഈ ഒരു പ്രീ മാർക്കറ്റ് വീഡിയോയിൽ പോസ്റ്റ് മാർക്കറ്റ് സെഷനിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ടോപ്പിനെ പറ്റി വീഡിയോസ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഒന്ന് അറിയിക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ വീഡിയോസ്. ബൈ.